അതാരാണ് പറഞ്ഞത്? ഭൂതമാണെന്ന്. ആ വേദഭാഗം വായിച്ചു നോക്കിയാൽ അങ്ങനെ തന്നെയാണ്. അപ്പൊ തന്നെ രണ്ടാമത് കൂട്ടി പറയുക, സാക്ഷാൽ യേശുക്രിസ്തു സാക്ഷാൽ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് വന്നപ്പോൾ സാക്ഷാൽ ശിഷ്യന്മാർ സാക്ഷാൽ യേശുവിനെ മനസ്സിലാക്കാതെ എന്താന്ന് പറഞ്ഞ് പേടിച്ചു. ഭൂതമാ സാധാരണ എന്ന് പറഞ്ഞ് പേടിച്ചു. അതുപോലെ ഇപ്പോൾ ഈ കാണുന്ന ഉണർവ് സാക്ഷാൽ പരിശുദ്ധാത്മാവ്. പക്ഷെ ഇതിനകത്ത് കുറെ ആളുകൾ ചീത്തവചനാത്മാവെന്നൊക്കെ പറഞ്ഞിപ്പോ എതിർത്തുകൊണ്ടിരിക്കുകയാ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ആ ഉദാഹരണം അച്ചിട്ടായിട്ട് കയറുകയാണ്. എന്റെ ജീവിതത്തിൽ ഓരോ പദ്ധതിക്ക് പറ്റിയിട്ടു. കാരണം ഒരു വിഷയം ഇങ്ങനെ വായിച്ചു വന്നപ്പോൾ ഈ എക്സാമ്പിൾ എടുത്തു വെച്ചിരിക്കുന്നു. ഇത് വായിച്ചു നോക്കിയപ്പോൾ അതുപോലെ ശരിയാ. സാക്ഷാൽ യേശു വന്നിട്ട് ശിഷ്യന്മാർക്ക് അത് മനസ്സിലാകാതെ ഭൂതമാണെന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിച്ചു. പിന്നെ കർത്താവ് വന്നു കഴിഞ്ഞിട്ട് ഭൂതം ഇങ്ങനെയാണോ ഇരിക്കുന്നത്, ഇവിടെ പിടിച്ചു നോക്ക്, തൊട്ടു നോക്ക്, ഈ അസ്ഥിയ മാംസമൊക്കെ ഭൂതത്തിനുണ്ടോ, എന്താ എന്നൊക്കെ ചോദിച്ച് താൻ ഭൂതമല്ല യേശുവാണെന്ന് തന്നെ വെളിപ്പെടുത്തി. ഇത് നിങ്ങൾ ഇപ്പോൾ അംഗീകരിക്ക്, ഏറ്റെടുക്ക്, അപ്പൊ നിങ്ങൾക്ക് അങ്ങനെയാകും, കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ് ശരിയാതെ മനസ്സിലാകും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ആളിന് പോവുകയും ചെയ്യും. പിന്നെ കാണുന്നത് എന്നാണ് എനിക്ക് അറിയത്തില്ല. അപ്പോഴത്തേക്കും ഏറ്റെടുത്ത് കഴിഞ്ഞ് കുറച്ചു കാലം കഴിയുമ്പോൾ ഇതിന്റെ റിയാക്ഷൻ ആദ്യമൊക്കെ ഹരവും ഉണർവും ക്രമീയമെല്ലാം മാറിക്കഴിഞ്ഞിട്ട് ഇതിന്റെ റിയാക്ഷൻ തുടങ്ങും. പിന്നെ സംഭവിക്കാനായിട്ട് പോകുന്ന കാര്യങ്ങൾ എന്താ? ശാരീരികമായി തകരും, മാനസികമായി തകരും, ക്രിസ്തീയ ജീവിതം തകർന്ന് തരിപ്പണമായി പോകും. അത് സംഭവിച്ചു കഴിയുമ്പോൾ വീട് കഴിയുമ്പോഴാണ് അടിസ്ഥാനം ശരിയല്ലായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് യേശുക്രിസ്തുവാകെ ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിലാകുന്നു എങ്കിൽ ഇതെല്ലാം വിവേചിക്കാനും തള്ളേണ്ടത് തള്ളാനും കൊള്ളേണ്ടത് കൊള്ളാനുമായിട്ടുള്ള ആ വിവേചനത്തിന്റെ ശക്തി ദൈവം നമുക്ക് നൽകും. വളരെ വ്യക്തമായി ഭയനിർദ്ദേശം തന്നിരിക്കുക. ഇതിങ്ങനെ സംഭവിക്കും. കഷ്ടതകളും പ്രയാസങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും ഞെരുക്കങ്ങളും പട്ടിണിയുമായിട്ടല്ല നിങ്ങളെ പരീക്ഷിക്കാൻ വരുന്നത്. യഥാർത്ഥ ദൈവമക്കളാണെങ്കിൽ യോബിനെ പോലെ എത്ര ശക്തമായിട്ട് വന്നാലും ഞാൻ പൊന്നുപോലെ പുറത്തു വരുമെന്ന് പറഞ്ഞ് അവൻ ശുദ്ധീകരിക്കപ്പെട്ട് വരികയുള്ളൂ. പത്രോസിന്റെ ലേഖനത്തിൽ പറയുമ്പോൾ കക്ഷതയുടെ തീച്ചൂളയിൽ കൂടെ കടന്നുപോയി ചുട്ടുപഴിപ്പിച്ച ഉലയിൽ കൂടെ കടന്നുപോയ സ്വർണം പോലെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് ആയിട്ടേ വരികയുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പോരാട്ട ശക്തികളാകുന്നെങ്കിൽ ഈ പോരാട്ടമുണ്ട്. ലോകമുണ്ട്, ജഡമുണ്ട്, പിശാചുണ്ട്, സ്വയമുണ്ട്, പാപമുണ്ടെന്നൊക്കെ ഉള്ളത് നമുക്കറിയാം. അത് നമ്മെ പോരാടിക്കൊണ്ടിരിക്കും. അവിടേക്ക് നമുക്ക് ജയിക്കാനായിട്ടുള്ള എല്ലാ മാർഗങ്ങളും തന്നിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് നമ്മൾ വീഴിക്കാൻ കഴിയത്തുള്ളൂ? ഇങ്ങനെ മാത്രമേ വീഴിക്കാൻ കഴിയത്തുള്ളൂ. ഒരു കുപ്പി മദ്യം കൊണ്ടുവന്ന് തന്നാൽ ഞാനിപ്പോൾ കുടിക്കത്തില്ല. എന്നാൽ എനിക്ക് വയറുവേദനയ്ക്ക് മരുന്നാണ്. ഇപ്പം ഞാൻ അവിടുന്ന് ആശുപത്രിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ്. നല്ല ആൾക്കോളുള്ളതാണ്. തുറക്കപ്പോൾ ഒരു ഗ്യാസൊക്കെ കാണും. കുടിക്കാൻ പറഞ്ഞ് ശരിയാണോന്ന് ഓർത്ത് എനിക്ക് വേണ്ടപ്പെട്ട ആളുമായിരിക്കും. ഒരവസ്ഥ വെച്ച് ഞാൻ കുടിച്ചു കഴിയുമ്പോഴായിരിക്കും ഇത് മദ്യമായിട്ട് വരുന്നത്. അപ്പൊ നോക്കിക്ക് ആള് കൊണ്ടുപോകുന്ന ആള് എനിക്ക് പ്രിയപ്പെട്ട ആള്. അങ്ങനത്തെ മരുന്നൊക്കെ ഉണ്ടല്ലോ. നല്ല ഹോമിയോ മരുന്ന് കഴിച്ചു നോക്കിയിട്ട് ഈ നല്ല ഇതാ എന്ന് പറഞ്ഞ പോലെ ഒക്കെയുള്ള എനിക്കൊരിക്കലും ഡോക്ടർ പറഞ്ഞത് കാർമെസിൻ എന്ന് പറഞ്ഞ ഒരു മരുന്നുണ്ട്. ഗ്യാസിന്, ദഹനത്തിന്, വായുവിന്റെ സുഖത്തിന്, വിശപ്പുണ്ടാകാനൊക്കെ നല്ലതാണ് കാർമെസിൻ. അത് എന്താ പറയുന്നത്, നല്ല ഒരു വീര്യമുള്ള ഒരു ഇതാ. അതൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഫ്രിഡ്ജിലെങ്ങാണ്ടിരുന്ന ഭക്ഷണം കഴിച്ചിട്ട് ബുദ്ധിമുട്ടുണ്ടായി. ഞാൻ ഡോക്ടറുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഗ്യാസിന്റെ മരുന്നും ഇതും കൂടെ രണ്ടുകൂടെ മിക്സ് ചെയ്ത് കഴിച്ചോളാം. അപ്പൊ അത് വളരെ നല്ലതാണ്. കഴിക്കുമ്പോഴേ കൂടി കറക്റ്റ് ചെയ്തിപ്പോൾ ഭയങ്കര സുഖമാണ്. സോഡയൊക്കെ കുടിക്കുന്ന പോലെ അതിനേക്കാൾ വളരെ വളരെ ആൾ പെട്ടെന്ന് ഫ്രീ ആകും. ഒരിക്കലും ഞാൻ പള്ളിയിൽ കഷായപ്പാഴ്ച നടത്തിക്കൊണ്ടിരുന്നപ്പോൾ എന്നെ ഒച്ച അടഞ്ഞു എനിക്ക് ജലദോഷം പിടിച്ചു. ഞാൻ 2 ദിവസം മരുന്ന് തരാം, അച്ഛനെ കുടിക്കാമോ എന്ന് ചോദിച്ചു. മരുന്നാണെങ്കിൽ കുടിക്കാം. മരുന്നെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ചാരായ അതിനകത്ത് കുരുമുളക് പൊടിച്ചിട്ട് ഒരവസ്ഥ അച്ഛനായതുകൊണ്ട് കുടിപ്പില്ലാത്ത ആളുകൾ ഒരവസ്ഥ കുടിച്ചാൽ മതി. കുടിക്കുന്നവരാണെങ്കിൽ 2 ദിവസം കുടിച്ചാൽ ഈ രോഗം കുടിച്ച് തീരുന്നതിന് മുമ്പ് മാറുമെന്ന് പറഞ്ഞു. ഏതാണെങ്കിലും ചാരായ കുടിച്ചിട്ട് അച്ഛൻ നടത്തണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത് അറിയാതെ കൊണ്ടുവന്നാണ് ഇല്ലേ? ജോയിപ്പാസ് ചെയ്യുന്നത് രോഗങ്ങൾക്ക് അടുക്കൽ ചെന്ന് ഞാൻ ഇപ്പൊ മരുന്ന് മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് മരുന്ന് മേടിച്ചുകൊണ്ട് വരികയും എനിക്ക് വിശ്വസിക്കാതെ ഇരിക്കാൻ പറ്റും
അവിടുത്തെ എവിടെയൊരു ഇതുണ്ട്, ഒരു മദ്യക്കട. അവിടെ ചെന്നതായിരിക്കും മേടിച്ചോണ്ട് വരുന്നത്. എനിക്ക് കുടിച്ച് പരിചയവുമില്ല, സംശയിക്കുന്ന ഒരു കാര്യവും ഇല്ല. വായി വെച്ച് വെച്ചോണ്ടിരിക്കുന്നുണ്ടോ, ഇത് ഗ്യാസ് പോയാൽ പോകാന്ന് പറഞ്ഞ് എൻ്റെ അവിടെ തന്നെ വായി വെച്ചാൽ ഒഴിച്ചു തരിക. അത് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇപ്പൊ ഞാൻ പറഞ്ഞത് നല്ല മരുന്നെന്നോട്ടാണ് ഞാൻ കഴിച്ചത്. പക്ഷെ കഴിച്ചത് എന്തായിരുന്നു? ഒരു ചാരായമോ? അതാണോ ബിയർ? അല്ല, എന്തെങ്കിലും ആട്ടെ, മദ്യമായിരുന്നു. അപ്പോ മദ്യം അകത്ത് ചെന്നാൽ എന്തിന്റെ റിയാക്ഷനെ ഉണ്ടാകത്തുള്ളൂ? മദ്യത്തിന്റെ റിയാക്ഷനെ ഉണ്ടാകത്തുള്ളൂ. മരുന്നകത്തിയെന്നെങ്കിലല്ലേ അതിന്റെ ഇതുണ്ടാകത്തുള്ളൂ എന്ന് പറയുന്ന പോലെ ഇരിക്കും. സാക്ഷാൽ പരിശുദ്ധാത്മാവ് പിന്നെന്താ കുഴപ്പം? സാക്ഷാൽ വചനമാ പിന്നെന്താ കുഴപ്പം? സാക്ഷാൽ സുവിശേഷമാ പിന്നെന്താ കുഴപ്പം? സാക്ഷാൽ യേശുവാ പിന്നെന്താ കുഴപ്പം? പിന്നെ ഒരു കുഴപ്പമില്ല. അതിനെ പറ്റിയതായിരിക്കുന്ന വാക്യങ്ങളൊക്കെ വേദപുസ്തകത്തിൽ അവിടെയും ഇവിടെയും എല്ലാം തപ്പിയെടുത്ത് നമ്മൾ തെരുതരെ പറഞ്ഞു കഴിയുമ്പോൾ, ദുരുപദേശാക്കന്മാർ വന്ന് വചനം സംസാരിച്ച് കഴിയുമ്പോൾ 30 മുതൽ വെളിപ്പാട് വരെയുള്ളത് അവർക്ക് ചേർന്നതായ വാക്യങ്ങൾ ഇങ്ങനെ എണ്ണമിട്ട് അവർ ബൈഹാറിൽ പഠിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള അവർക്ക് ബൈഹാറിൽ ഒരു വാക്യം എടുത്ത് മറുപടി പറയണമെങ്കിൽ 100 വന്നു വരുമ്പോഴത്തേക്ക് അവരെ 30 മുതൽ വെളിപാട് വരെ പറഞ്ഞു പോകും. പ്രത്യേകിച്ച് യഹോവ സാക്ഷിക്കാർ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവരവരുടെ വചനങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ തിരുതരെ പറഞ്ഞു പോകും. അപ്പോ അങ്ങനെ വചനങ്ങൾ എടുത്ത് കൂട്ടി വെച്ചായി പറയുന്നത് എല്ലാ വിധത്തിലും നമ്മെ തകർത്തെടുക്കും, അടിച്ചു കളയും. അതുകൊണ്ട് തകരാതിരിക്കുന്നു എങ്കിൽ എങ്ങനെ പണിയണം? ക്രിസ്തുവാകുന്ന പാറമേൽ പണിയണം. യേശുക്രിസ്തു ഇട്ടിരിക്കുന്ന യേശുക്രിസ്തു മൂലക്കല്ലായിരിക്കെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ നിങ്ങളെ പണിതിരിക്കുന്നു. അങ്ങനെയാ സഭ പണിതിരിക്കുന്നത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്താ? യേശുക്രിസ്തു ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല, ആർക്കും കഴിയുകയില്ല. അതുകൊണ്ട് മധ്യസ്ഥന്മാരോ മധ്യസ്ഥകളോ അതിനടിസ്ഥാനമില്ല ക്രിസ്തീയ ജീവിതം പോയാൽ തകർന്നു പോകും. ഏതെങ്കിലും വ്യക്തികളിലായാൽ വിഷയത്തിലായാൽ അത് തകർന്നു പോകും. അതുകൊണ്ട് ക്രിസ്തുവാകുന്ന പാറമേൽ മാത്രം, ക്രിസ്തുവിന്റെ വചനമാകുന്ന പാറമേൽ മാത്രം നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവാകുന്നത് പത്രോസ് പറഞ്ഞപ്പോൾ നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായിട്ട് ലാഭത്തിലെ നിനക്ക് വെളിപ്പെടുത്തിയ പത്രോസാണ് ഈ പാറമേൽ ഞാനെന്റെ സഭയെ പണിയും. ഏത് പാറമേൽ? ആ ദൈവവചനമാകുന്ന പാറമേൽ. ആ വചനം ആരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു? ക്രിസ്തുവാകുന്ന പാറമേൽ. അതുകൊണ്ട് ക്രിസ്തു പാറ, വചനം പാറ. അതുകൊണ്ട് അപ്രകാരമുള്ള അടിസ്ഥാനത്തിന്മേൽ നമ്മൾ പണിയണം. അത് പിന്നെ വ്യാജയേശു വന്നാലും, വ്യാജയാത്മാവ് വന്നാലും, വ്യാജ പ്രവർത്തകർ വന്നാലും, വ്യാജ സുവിശേഷം വന്നാലും, ഇനി ഏത് കഷ്ടത വന്നാലും, ഏത് പോരാട്ടങ്ങൾ വന്നാലും അതൊരിക്കലും തകരുകയില്ല. ഇപ്രകാരമുള്ള ഒരു ക്രിസ്തീയ ജീവിതം നാം പടുത്തുയർത്തേണ്ടത് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് കാറ്റ് എന്ന് പറയുന്നത്, മഴ